നമസ്കാരം. പല തരത്തിലും നിറത്തിലുമുള്ള രാഷ്ട്രീയ സാമുദായിക കുരിശുകളെ ചുമക്കുന്ന കേരള നാട്ടിലെ മുഴുവൻ വോട്ടർമാർക്കും എന്നെങ്കിലും ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. ഉമ്മൻ ഈശോയുടെ ഓർമ്മ പുതുക്കി പുതുപ്പള്ളിയിൽ ഓശാന ഞായറും ദുഃഖവെള്ളിയും ആചരിച്ചു. ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ലെന്ന് പുതുപ്പള്ളി ഈശോ. പെസഹ ദിനത്തിൽ കാലു കഴുകിയിട്ടും PC ജോർജിനെ ശുദ്ധീകരിക്കാനായില്ല. യേശുക്രിസ്തുവാണ് ശരിയെന്ന് സംസ്ഥാന സമ്മേളനത്തോടെ തിരിച്ചറിഞ്ഞ CPM-ഉം ദുഃഖവെള്ളി ആചരിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് പിലാത്തോസിനോട് ആവശ്യപ്പെട്ടു. കടന്നപ്പള്ളി രാമചന്ദ്രന്റെ പങ്കപ്പാടും കുരിശുമരണവും തീരുന്നില്ല. ഒരു നാൾ ഞാനും കോൺഗ്രസിനെ പോലെ വലുതാകുമെന്ന് കടന്നപ്പള്ളി. പാർട്ടി ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്ന് അണികളുടെ സാക്ഷ്യം. പഴയതിനേക്കാൾ മോശമായ പെരുമാറ്റമാണ് പാർട്ടിയുടെ. ഈസ്റ്റർ ചിത്രമായ ലൈഫ് ഓഫ് പി അടുത്ത വാരത്തിൽ ചാനൽ തിയേറ്ററുകൾ കീഴടക്കും. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങി. കാണുന്നതും കേൾക്കുന്നതും നിസ്സാരം, ഇനി വരാനുള്ളതാണ് യഥാർത്ഥ കാഴ്ചയെന്ന് നിർമ്മാതാവ്. പിതാവിന് പുറമെ ഇപ്പോൾ പുത്രനും ജൈവിളിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും പള്ളികൾ ഒരുപാടുണ്ടെങ്കിലും പുതുപ്പള്ളിക്കാർക്ക് ദൈവം ഒന്നേയുള്ളൂ. അത് ഉമ്മൻ മിശിഹയാണ്. അതുകൊണ്ട് തന്നെ ഓശാനയായാലും ദുഃഖവെള്ളിയായാലും അവർ അവരുടെ ദൈവത്തെ കൈവിടില്ല. പുതുപ്പള്ളിക്കാർ അവനെ ഓശാന പാടി വരവേറ്റു. ഓർസലേം വീതിയിൽ ദാവീദിൻ പുത്രന് ഉന്നതങ്ങളിൽ ശക്തനായവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. മണ്ണിനും വിണ്ണിനുമെന്നു വേണ്ട സർവ്വതിലും അങ്ങ് നിറഞ്ഞിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. മനുഷ്യർക്ക് മന്നവനായവനെ, അങ്ങേക്ക് ഓശാന, ഓശാന. ഓശാന ഞായറാഴ്ചയ്ക്ക് ശേഷം പെസഹ വ്യാഴമെത്തി. തൻ്റെ പിശകുകൾ മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയുമായി പെസഹ വ്യാഴാഴ്ചയിൽ പ്രസ് കോൺഫറൻസ് വീട്ടിൽ ജോർജ് തൻ്റെ കാലുകൾ കഴുകി. കുളി കഴിഞ്ഞവൻ്റെ കാലുകൾ മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയത്. എന്നാൽ
സർവാംഗം വിഴുപ്പിൽ കുളിച്ചു നിൽക്കുന്ന PC ജോർജിൻ്റെ കാലുകൾ മാത്രം കഴുകിയതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. താലത്തിൽ വെള്ളമെടുത്തു വെൺകച്ചയുമറയിൽ ചുറ്റി മിശിഹാതൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി പാദങ്ങൾ കഴുകി വിനയത്തിൻ മാതൃക നൽകാൻ സ്നേഹത്തിൻ പൊൻകൊടി നാട്ടാൻ സകലേശൻ ദാസന്മാരുടെ പാദങ്ങൾ കഴുകി. UDF ഘടകകക്ഷിയിലെ പ്രധാന പുരോഹിതന്മാരെല്ലാം കൂടി മരണത്തിന് വിധിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ കയ്യാഫാസുമാർ അവനെ ക്രൂശിക്കുക എന്ന് വിളിച്ചു പറയുമ്പോഴും അവൻ്റെ കുരിശിൻ്റെ വഴിയിൽ പുതുപ്പള്ളിക്കാർ ഒപ്പം കൂടുന്നുണ്ട്. LDFിലെ അച്ചു ഹസാരെ സംഘവും കോൺഗ്രസിലെ പ്രതാപശാലികളും സുധീരന്മാരും കുരിശുമരണം കഴിഞ്ഞുവെന്ന് ഒച്ച വയ്ക്കുമ്പോഴും സമയമായിട്ടില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് പുതുപ്പള്ളിയിലെ വിശ്വാസികൾ. അതുകൊണ്ട് തന്നെ പാരമ്പര്യമായുള്ള കുരിശിൻ്റെ വഴി അവർക്ക് സ്വീകാര്യമല്ല. പുതുപ്പള്ളിക്കാർ സ്വന്തം മിശിഹായ്ക്ക് വേണ്ടി നടത്തുന്ന സ്വന്തം കുരിശിൻ്റെ വഴികളിലേക്ക്. പുതുപ്പള്ളി മിശിഹായെ മരണത്തിനായി വിധിക്കുന്നു. മരണത്തിനായി വിധിച്ചു കറയറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയാൽ ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കുരിശു വഹിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കുരിശു ചുമന്നിടുന്നു ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു. എൻ ജനമേ ചൊൽക ഞാനെന്തു ചെയ്തു കുരിശന്റെ തോളിലേറ്റാൻ. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ടു നീങ്ങുന്നു. സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു. അവിടത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവിടത്തെ അത്ഭുത പ്രവർത്തികൾ കണ്ടവരും അവയുടെ ഫലമനുഭവിച്ചവരും ഇപ്പോൾ എവിടെ? ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഒന്നാം പ്രാവശ്യം വീഴുന്നു. അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തം എന്ന് പറയും. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു. കല്ലുകൾ നിറയും പേരുവഴിയിൽ. വഴിയിൽ മാതാവിനെ കാണുന്നു. വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി. സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ പൂരം പൂത്താണിറങ്ങി. AK ശിമയോൻ സഹായിക്കുന്നു. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോൻ തുണച്ചിടുന്നു. 2007 മുതൽ 2011 വരെ കലവറയില്ലാതെ പ്രതിരോധ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. യാദവ് കരീമിന്റെ ഭാഗത്തുണ്ടായ സഹായത്തിന് നന്ദി പറയാൻ വലിയ ഭാഷാ പഠനമില്ലാത്ത എൻ്റെ നിഘണ്ടുവിൽ വാക്കുകളില്ല. സച്ചിദാനന്ദനും എന്നെ കാര്യമായി സഹായിച്ചു. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോൻ തുണച്ചിടുന്നു.
ഒരു 2 വർഷമായി കേരളത്തിലേക്ക് പുതിയൊരു സ്ഥാപനം കൊണ്ടുവരാൻ ഒരു ഗ്രഹപാഠവും ചെയ്യുന്നില്ല കൊണ്ടുവന്നിട്ടില്ല. നാഥാ നിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. രണ്ടാം പ്രാവശ്യം വീഴുന്നു. മഞ്ഞളാംകുഴി അലിയായ ഞാൻ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്തു വീഴുന്നു. നായരാണ് രമേശ് ചെന്നിത്തല. ബലഹീനനായി വീണ്ടും നിലത്തു വീഴുന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. പുതുപ്പള്ളിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഓർസ്ലേമിൻ പുത്രിമാരേ, നിങ്ങളിന്നെന്നെയോർത്തെന്തിനേവം കരയുന്നു നിങ്ങളെയും സുതരെയും ഓർത്തോർത്തു കേണുകൊള്ളുവിൻ. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. മൂന്നാം പ്രാവശ്യം വീഴുന്നു. പത്രം ഉദ്ദേശിച്ചിട്ടുള്ള ആള് മന്ത്രി ഗണേശനാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. കൈകാലുകൾ കുഴഞ്ഞു, നാഥന്റെ തിരുമീ തളർന്നുലഞ്ഞു. കുരിശുമായി മൂന്നാമതും പൂഴിയിൽ വീഴുന്നു ദൈവപുത്രൻ. കുരിശിൽ തറയ്ക്കപ്പെടുന്നു. കുരിശിൽ കീടത്തിടുന്നു, നാഥന്റെ കൈകാൽ തറച്ചിടുന്നു. പിതാവേ, ഇവരോട് ക്ഷമിക്കൂ, ഇവർ ചെയ്യുന്നതിനെന്നറിയുന്നില്ല.